ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ റീസെന്റ് ആയിട്ട് ഉപയോഗിച്ചൊരു പ്രോഡക്റ്റ്, റീസെന്റ് എന്ന് പറയുമ്പോൾ 2-3 ആഴ്ച മുന്നേ ആണ്. എന്നാലും അത്രയും നാളാണെങ്കിലും ഉപയോഗിച്ചൊരു പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ്, നമുക്ക് എല്ലാവർക്കും ഉപകാരം വരുന്ന രണ്ട് പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടാണ് മെയിൻ ആയിട്ട് നമുക്ക്. പിന്നെ ഇത് സ്പോൺസേർഡ് വീഡിയോ അല്ല, അല്ലാതെ ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള റിവ്യൂ ആണ്. ഓക്കെ, പിന്നെ എനിക്ക് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ ലേബൽ എന്തായാലും ഞാൻ കൊടുക്കും. അപ്പം അത് ചെക്ക് ചെയ്താൽ മതി, പ്രൊമോഷൻ ആണോ അല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടി. പ്രൊമോഷൻ ആണെങ്കിൽ കൂടിയും ഇനി പ്രൊമോഷൻ ആണെന്നുള്ള പോസ്റ്റുകളാണെങ്കിലും ഞാൻ അത് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ പ്രൊമോഷൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് മൈൻഡിൽ വെക്കാം. അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ബോഡി ടാൻ എങ്ങനെ റിമൂവ് ചെയ്യാം. ബോഡി ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് വരെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ബോഡി ടാൻ മാറുന്ന സോപ്പുകളും പല പ്രോഡക്റ്റുകളും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ എന്താ പറയാ, ഞാൻ ഒരു കാര്യം പറയാന്ന് പറയുമ്പോൾ ഒരേ പ്രോഡക്റ്റ് എല്ലാവർക്കും ഒരേപോലെ ചേരില്ല. ഞാൻ അതെല്ലാ വീഡിയോയിലും പറയുന്നു, ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യണം എന്നില്ല. ചിലർക്ക് വർക്ക് ചെയ്യും, ചിലർക്ക് വർക്ക് ചെയ്തില്ല. നമുക്ക് എന്താണ് വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ ആ പ്രോഡക്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ശ്രദ്ധിക്കാൻ. പ്രത്യേകിച്ച് ടാൻ റിമൂവൽ പ്രോഡക്റ്റുകൾ, ടാൻ റിമൂവലിന് വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും അത് ഒന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുക. 2 മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഇടുകയും റീഅപ്ലൈ ചെയ്യാൻ വേണം. മുഖത്തല്ല, ബോഡിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ടാൻ റിമൂവൽ ചെയ്യുന്നത്. ആ സമയത്ത് ടാൻ റിമൂവലിന് സോപ്പ് ആണെങ്കിലും ഷാമ്പു ആണെങ്കിലും ബോഡി വാഷ് എന്തോ ആണെങ്കിലും ടാൻ റിമൂവലിന് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് വെറുതെ അത് തേച്ചിട്ട് പുറത്ത് പോയാൽ പിന്നെ വീട്ടിലിരിക്കുകയാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ടാൻ അടിക്കും. നിങ്ങൾ ടാൻ റിമൂവലിന്റെ പ്രോഡക്റ്റ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ബോഡി സൺസ്ക്രീൻ ഇട്ടേ പറ്റുള്ളൂ. അത് ഇടുക മാത്രമല്ല, റീഅപ്ലൈയും ചെയ്യണം. നമ്മൾ വെയിലത്ത് എത്ര മണിക്കൂറോളം നിൽക്കും? 2 മണിക്കൂർ മാത്രമേ സൺസ്ക്രീൻ നിൽക്കുകയുള്ളൂ. അതിപ്പോൾ ബോഡി സൺസ്ക്രീൻ ആണെങ്കിലും മുഖത്തുള്ള സൺസ്ക്രീൻ ആണ് 2 മണിക്കൂർ ലാസ്റ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ എന്തായാലും റീഅപ്ലൈ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടാൻ അടിക്കും, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുമില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞെങ്കിലും ആരും അതിനെ ശ്രദ്ധിക്കത്തില്ല. അവർ ആദ്യമേ പ്രോഡക്റ്റ് മാത്രം നോക്കുക, ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ വന്നിട്ട് എനിക്ക് റിസൾട്ട് വന്നില്ല എന്ന് പറയും. മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രോഡക്റ്റുകൾ എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യുന്ന, എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് ഒരു ബ്രാൻഡൊക്കെ കാണത്തുള്ളൂ. ഇത്രയും ബ്രാൻഡ്സും ഇത്രയും പ്രോഡക്റ്റ് ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, ഓരോ ടൈം എടുക്കും ഓരോരുത്തർക്ക്. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. നമ്മളത് ട്രൈ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് 3 to 4 months ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം അടുത്ത പ്രോഡക്റ്റിലോട്ട് സ്വിച്ച് ചെയ്യുക. അങ്ങനെയാണ് സ്കിൻ കെയർ വർക്ക് ചെയ്യുന്നത്. അതൊരു മരുന്നാണ്. ആ മരുന്ന് എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അത്രയും ടൈം എടുക്കും. ആ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം എന്ത് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് ഞാൻ ഇൻസ്റ്റയിൽ എനിക്ക് തോന്നുന്നു മിക്ക ക്രിയേറ്റേഴ്സും ഇതിനെ പറ്റിയിട്ട് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചത്. ഇത് എൻ്റെ അനിയത്തിക്ക് വേണ്ടി ആക്ച്വലി അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് കെമിസ്റ്റ് അറ്റ് പ്ലേയുടെ ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണ്. ഓൾ സ്കിൻ ടൈപ്പ്, ലാക്ടിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, വിറ്റമിൻ ഇ, ജെല്ലി എക്സ്ഫോളിയേറ്റ് ഡെഡ് സ്കിൻ ആൻഡ് സ്മൂത്തൻസ് റഫ് ആൻഡ് ബംബി സ്കിൻ. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, 1 ടാൻ കുറയും, 2 സ്ട്രോബെറി സ്കിൻ ഇങ്ങനെ കുത്തു വരില്ല, ഷേവ് ഒക്കെ ചെയ്തിട്ടാണെങ്കിൽ കുത്തു കുഞ്ഞു കുരുക്കൾ ബംസ് ഒക്കെ ബോഡിയിൽ വരുന്നത് നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ജെന്റിലായിട്ട് ബോഡി എക്സ്ഫോളിയേറ്റ് ഹെൽപ്പ് ചെയ്ത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു 3 to 4 times യൂസ് ചെയ്താൽ മതി ഒരു വീക്കിൽ. അങ്ങനെയാണ് പുള്ളിക്കാരി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 2 weeksനുള്ളിൽ തന്നെ അത്യാവശ്യം ഒരു ഫെയർ റിസൾട്ട് എനിക്ക് തോന്നി. പക്ഷേ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഇടുക. ഇതാണെങ്കിൽ ഉപയോഗിച്ചതിന് ശേഷം ഒരു ദിവസം സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോയിട്ട് വരെ ഇച്ചിരി ടാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വന്നതല്ല, വീണ്ടും ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോഡി വാഷ് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷേ എന്താ പറയാ, സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് വിടാം. നല്ലൊരു ബോഡി സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് പേഴ്സണലി വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു വിഷ് കെയറിന്റെ സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. ഇത് SPF 15. ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം സൺസ്ക്രീൻ ബോഡി ലോഷൻസ് ഒക്കെ SPF 20, 30 ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്നതാണ്. ഇത് SPF 50 PA++ ആ ഒരു ബോഡി സൺസ്ക്രീൻ ആണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ മിക്ക എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു ബോഡി സൺസ്ക്രീൻ ആണ്. അപ്പം നിങ്ങൾക്ക് ബോഡി ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒന്ന് യൂസ് ചെയ്ത് നോക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. എനിക്കൊരു 15 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മാത്രം യൂസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. അതിന് താഴെയുള്ള കുഞ്ഞു പിള്ളേരൊന്നും ഇത് യൂസ് ചെയ്യണ്ട. അല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് കെമിസ്റ്റ് അറ്റ് പ്ലേയുടെ ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 399. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്. 399 ആണ് ഈ ഒരു ബോട്ടിലിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇടുന്ന സമയത്ത് എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, ഇറിറ്റേഷനെ തോന്നുന്ന വഴിയില്ല, അങ്ങനത്തെ യാതൊരു ഇഷ്യൂ ഇല്ലാത്തൊരു സാധനമാണ്. ബട്ട് ഒരു പ്രിക്കോഷന് വേണ്ടി ഞാൻ പറയണം, അങ്ങനെ എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക.
പിന്നെ ഈ ഒരു വിഷ്കേന്റെ ബോഡി ലോഷൻ സൺസ്ക്രീൻ ഇതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി സൺസ്ക്രീൻ സ്പ്രേ വേറെ ഉണ്ട് ബോഡിക്ക്, അപ്പൊ അതാണെങ്കിലും യൂസ് ചെയ്താൽ മതി. പക്ഷേ സൺസ്ക്രീൻ ഉപയോഗിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല, അതുപോലെ വീണ്ടും ടാൻ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും ബോഡി ടാനിങ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഇടും. അതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാത്രമല്ല, കഴിവതും വീട്ടിൽ ഇരിക്കുമ്പോഴും പറ്റുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇടുന്ന ഭയങ്കര ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ പുറത്തു പോകുമ്പോൾ മുഖത്ത് ആണെങ്കിലും 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺസ്ക്രീനിന്റെ ഒരു എഫക്റ്റ് പോകും. അതുകൊണ്ട് തന്നെ വീണ്ടും റീഅപ്ലൈ ചെയ്യണം. അതിന് ഒരുപാട് സൺസ്ക്രീൻ സ്പ്രേകളുണ്ട്, സൺസ്ക്രീൻ സ്റ്റിക്കുകളുണ്ട്. അപ്പം അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങിച്ചൊന്ന് വളരെ ഉപകാരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സൺസ്ക്രീൻ ഇടുന്ന പോലും ഉപകാരമാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്തുവാണെങ്കിലും സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. ഈ ഒരു 2 പ്രോഡക്റ്റുകളും ഒന്ന് നോക്കി കണ്ടുവെച്ചോളൂ, ഉപകാരപ്പെടും. അത്രയും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ള 2 പ്രോഡക്റ്റുകളാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാൻ മറക്കണ്ട. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണം, സമയമെടുത്ത് ഉപയോഗിക്കണം. ഓരോരുത്തർക്കും ഓരോ സമയമാണ്. ഇപ്പൊ അവർക്ക് 2 ആഴ്ചക്കുള്ളിൽ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് 2 ആഴ്ചക്കുള്ളിൽ കിട്ടണമെന്നില്ല. ചിലർക്ക് 1 ആഴ്ചക്കുള്ളിൽ കിട്ടും, ചിലർക്ക് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ടൈം എടുത്ത് മാത്രം ചെയ്യാൻ നോക്കാം. ഓക്കെ, ബൈ.